നമസ്കാരം. ഞാൻ മൈൻഡ് ഡിസൈനർ മജീഷ്യൻ RK മലയത്ത്. സോഷ്യൽ മീഡിയയിൽ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കുകയും അത് ദൂരവ്യാപകമായ ദൂഷ്യഫലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവ് നൽകുന്നതിനായി ഞങ്ങൾ തുടങ്ങുന്ന ചാനലാണ് ആരോഗ്യദീപം. സർക്കാർ ആശുപത്രിയിൽ വർഷങ്ങളോളം ഫിസിഷ്യനായി ജോലി ചെയ്തിട്ടുള്ള ഡോക്ടർ KR വാസുദേവനാണ് ചർച്ച നയിക്കുന്നത്. ഈ ആദ്യത്തെ ചർച്ച നമ്മൾ വിഷയീഭവിച്ചിട്ടുള്ളത് കോവിഡിന് വേണ്ടിയാണ്. കോവിഡിനെ തുടർന്ന് ധാരാളം പേർ കുഴഞ്ഞു വീണ് മരിക്കുന്നു, അതോടൊപ്പം തന്നെ ദീർഘകാലമായി അസുഖങ്ങൾ അനുഭവിക്കുന്നു എന്നും മറ്റുമുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കാനായി ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നു. 2019 ഡിസംബർ മാസത്തിലാണ് ചൈനയിലെ വുഹാൻ എന്ന പ്രദേശത്ത് കൊറോണ പൊട്ടിപ്പുറപ്പെട്ടത്. 2020 ജനുവരി 30 ആകുമ്പോഴേക്കും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൊറോണ എത്തിപ്പെടുകയും അത് സംഹാര താണ്ഡവം നടത്തുകയും ചെയ്തു. ലോകത്തിലെ അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം എന്നീ സമുദ്രങ്ങളിലെ ആൾപ്പാർപ്പ് കുറഞ്ഞ ചെറിയ ദ്വീപുകൾ ഒഴിച്ച് ലോകത്തെല്ലായിടത്തും കൊറോണ വ്യാപിച്ചു. കൊറോണ വ്യാപിച്ച് 270 ദശലക്ഷം ആൾക്കാരിൽ കൊറോണ വ്യാപിച്ചതായിട്ടും അതിലെ 5 ദശലക്ഷം ആൾക്കാർ മരണപ്പെട്ടതുമായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൊറോണ വന്നു പോയതിന് ശേഷം ധാരാളം ആൾക്കാർ കുഴഞ്ഞു വീണു മരിക്കുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. പത്രത്തിലും കുഴഞ്ഞു വീണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു, ക്ലാസ് മുറിയിലിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു, നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ ധാരാളം കാണുന്നുണ്ട്. ഇത് കൊറോണ മൂലമാണോ അതോ വാക്സിൻ മൂലമാണോ എന്ന് ധാരാളം ആൾക്കാർ സംശയിക്കുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് ലോകത്ത് തന്നെ ആശങ്ക ഉണ്ടാവുകയും മെഡിക്കൽ സംഘം അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ കാർഡിയോളജിക്കൽ റിസർച്ച് സെൻറ്റർ, അത് UK-യിലെ 1,60,000 പേരെ നിരീക്ഷിച്ചതിൻ്റെ ഫലമായും ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ മെഡിക്കൽ റിസർച്ചും നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കൊറോണ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ആഴ്ചക്കാലം പെട്ടെന്ന് മരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ്. അതായത് 81 ഇരട്ടിയോളവും സാധ്യത കൂടുതലാണ്. ശരാശരി ലോകത്ത് 1,00,000 ജനങ്ങൾക്ക് ഒരു വർഷം ഏതാണ്ട് 0.8 മുതൽ 6.2 വരെ ആൾക്കാർ മരിച്ച് കുഴഞ്ഞു വീഴുന്നുണ്ട്. ശരിക്കും കുഴഞ്ഞു വീണിട്ടല്ല മരിക്കുന്നത്, അതൊരു തെറ്റായ ഒരു നിഗമനമാണ്. മരിച്ചതിന് ശേഷമാണ് ആൾക്കാർ വീഴുന്നത്. ഈ 3 പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കൊറോണ വന്ന ആദ്യത്തെ 3 ആഴ്ചയ്ക്കുള്ളിൽ ഏതാണ്ട് പെട്ടെന്ന് മരണപ്പെടാനുള്ള സാധ്യത 81 ഇരട്ടിയാണ്. കാലക്രമേണ അത് കുറഞ്ഞു വരികയും 5% താഴുകയും ഏതാണ്ട് 18 മാസം കഴിയുമ്പോൾ കൊറോണ വന്നിട്ട് പെട്ടെന്ന് മരിക്കാനുള്ള സാധ്യത ഇല്ലാതായി തീരുകയും ചെയ്യുന്നു എന്നാണ് ഈ 3 പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഒരു തെറ്റിദ്ധാരണ കൊറോണ വാക്സിൻ എടുത്ത ആൾക്കാരിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ടോ എന്നതാണ്. കൊറോണ വാക്സിൻ 2 വാക്സിനെങ്കിലും എടുത്ത ആൾക്കാരിൽ പെട്ടെന്നുള്ള മരണം കുറവാണെന്നാണ് ഈ 3 പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം കൊറോണ വാക്സിൻ നിങ്ങൾക്ക് ഒരുപാട് പ്രതിരോധം നൽകുന്നു എന്നതാണ്. കൊറോണ വാക്സിൻ മൂലം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാനുള്ള പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയല്ല, മരിച്ചു വീഴാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ കൊറോണ വന്നതിന് ശേഷം ധാരാളം ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുന്നതായി കാണുന്നുണ്ട്. കൊറോണ വന്ന് നീണ്ടുപോയ കൊറോണ, 3 മാസത്തിലേക്ക് നീണ്ടുപോയ കൊറോണ, അതിനുശേഷം 3 മാസം കഴിഞ്ഞിട്ട് പുതിയ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായി കാണുന്നുണ്ട്. ഇതിനെ ലോങ് കോവിഡ് സിൻഡ്രോം അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം അല്ലെങ്കിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന കൊറോണ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് ലോകത്ത് ഏതാണ്ട് 200 പഠനങ്ങളോട് നടത്തിയിട്ടുണ്ട്. കൊറോണ വൈറസ് വന്ന് ആൾക്കാരിൽ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും ഈ ലോങ് കോവിഡ് സിൻഡ്രോം ബാധിച്ചതായിട്ട് കാണുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഹൃദയാഘാതമുണ്ടാകുന്നു, ഹൃദയത്തിൻ്റെ പേശികൾക്ക് ക്ഷീണമുണ്ടായി, നടക്കുമ്പോൾ കിതപ്പ് വരുന്നു, കാലേ നീര് വരുന്ന
കാർഡിയാക് ഫെയിലിയർ എന്ന് പറഞ്ഞ അവസ്ഥയുണ്ടാകുന്നു. ദ്രുതഗതിയിലുള്ള ഹൃദയത്തിൻ്റെ താളം, ഹൃദയമിടിപ്പ്, അതേപോലെ താളം തെറ്റിയ ഹൃദയത്തിൻ്റെ ഇടിപ്പ്, പെട്ടെന്ന് എണീറ്റ് നിൽക്കുമ്പോൾ തല കറങ്ങി താഴെ വീഴുന്നു, നെഞ്ചിടിപ്പുണ്ടായി തല കറങ്ങി താഴെ വീഴുന്ന പോസ്ചറൽ ഓർത്തോസ്റ്റാറ്റിക് ടക്കിക്കാർഡിയ സിൻഡ്രോം എന്ന് പറയുന്ന രോഗമുണ്ടാകുന്നു. അങ്ങനെ ഹൃദയത്തിൽ പലതരത്തിലുള്ള ഇത്തരം രോഗങ്ങളും കൊറോണയ്ക്ക് ശേഷമുള്ള ലോങ് കോവിഡ് സിൻഡ്രോത്തിൽ കാണുന്നു. അതേപോലെ തന്നെ തലച്ചോറിനെ ബാധിക്കുന്ന കൊറോണയിൽ രുചിക്കാനുള്ള രുചി നഷ്ടപ്പെട്ടു പോകുന്നു, മണക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നു, ഉറക്കമില്ലായ്മ വരുന്നു, ഏകാഗ്രത നഷ്ടപ്പെടുന്നു, ഓർമ്മക്കുറവുണ്ടാകുന്നു എന്നിവ കാണുന്നു. ഇതിനെ ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ തലച്ചോറിലെ മൂടൽമഞ്ഞ് എന്നാണ് അറിയപ്പെടുക. ബ്രെയിൻ ഫോഗ് സിൻഡ്രോം എന്ന് പറയും. അതേപോലെ തന്നെ ആമാശയത്തിൽ വിശപ്പില്ലായ്മ, വയറിങ്ങനെ വീർത്തു വരിക, മലം അയഞ്ഞു പോവുക, മലം പോകാതിരിക്കുക എന്ന് തുടങ്ങിയ പല അസുഖങ്ങളും കാണുന്നുണ്ട്. കൊറോണ വന്നു പോയ പല ആൾക്കാരിലും ശ്വാസതടസ്സം, ശ്വാസമുട്ടൽ, ചുമ ഒക്കെ ദീർഘകാലം നീണ്ടു നിൽക്കുന്നതായി കാണുന്നുണ്ട്. അതേപോലെ തന്നെ കൊറോണ വന്ന ആൾക്കാരിൽ പേശികൾക്ക് വേദന, സന്ധികൾക്ക് വേദന, കടുത്ത ക്ഷീണം എന്നിവയും ദീർഘകാലം നീണ്ടു നിൽക്കുന്നതായി കാണുന്നുണ്ട്. പുതിയതായി കൊറോണ വന്ന ആൾക്കാരിൽ ഡയബറ്റിസ്, പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ എന്നിവയും പുതിയതായി കാണുന്നു. ഇതാണ് ലോങ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. ലോങ് കോവിഡ് സിൻഡ്രോവും സാധാരണഗതിയിൽ വാക്സിൻ എടുത്തവരിൽ 2 ഡോസെങ്കിലും വാക്സിൻ എടുത്തവരിൽ കുറവാണ്. ഇതിന് ചികിത്സയുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. കൊറോണ വ്യാപിച്ച കാലഘട്ടങ്ങളിൽ 2020 മാർച്ച് 18 ലോകാരോഗ്യ സംഘടന തന്നെ ഇതിനൊരു മരുന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള പരീക്ഷണം നടത്തുകയുണ്ടായി. 51 രാജ്യങ്ങളിൽ 600 ആശുപത്രികൾ, 2000 ഗവേഷകർ ഉൾപ്പെട്ട ആ ട്രയലിനെ സോളിഡാരിറ്റി ട്രയൽ എന്നാണ് പറയപ്പെടുക. സോളിഡാരിറ്റി ട്രയലിൽ ആദ്യത്തെ 2 മാസം പരീക്ഷണം നടത്തി കഴിഞ്ഞപ്പോഴേക്കും ഈ ക്ലോറോക്വിൻ എന്ന് പറയുന്ന മരുന്ന് ഉപകാരപ്രദമല്ലെന്നോ ഉപദ്രവമാണെന്നും കണ്ടത് പിൻവലിക്കുകയുണ്ടായി. ബാക്കി പിന്നീടുള്ളത് 3 മരുന്നുകളും അതിൻ്റെ സംയുക്തങ്ങളുമായിരുന്നു. ആ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി ഈ മരുന്നുകൾക്കൊന്നും കൊറോണയെ തുരത്താനോ അതിനെ നേരിടാനോ കഴിയില്ല എന്ന്. അങ്ങനെ ആ പഠനം അവിടെ അവസാനിച്ചു. 2021 ഓഗസ്റ്റിൽ വീണ്ടും ലോകാരോഗ്യ സംഘടന തന്നെ സോളിഡാരിറ്റി പ്ലസ് ട്രയൽ എന്ന് പറഞ്ഞ് 3 മരുന്നുകൾ ഉൾപ്പെട്ട ഒരു പഠനം നടത്തുകയുണ്ടായി. അതും 52 രാജ്യങ്ങളിൽ 600 ആശുപത്രികൾ, 2000 ഗവേഷകർ. പക്ഷേ ഇതിനകത്ത് നിന്ന് കിട്ടിയ ഡേറ്റകൾ അപൂർണമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു വിശദവിവരമായി നൽകാൻ ആ പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. അപ്പോൾ ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് കൊറോണ വൈറസിനെതിരെ ഒരു മരുന്നും ഇതുവരെ ഫലപ്രദമായി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോങ് കോവിഡ് സിൻഡ്രോത്തിനും ഫലപ്രദമായ ചികിത്സകളും ലഭ്യമല്ല. പക്ഷേ ലോങ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുമ്പം അങ്ങനെ വരുന്ന രോഗികൾക്ക് അവരുടെ രോഗലക്ഷണങ്ങൾ അനുസരിച്ചാണ് മരുന്ന് കൊടുക്കുക. അത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്നോ എത്ര കാലം മരുന്ന് കഴിക്കണമെന്നോ പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ചിലത് ദീർഘകാലം നീണ്ടു നിന്നേക്കാം. ചിലപ്പോൾ ശ്വാസമുട്ടൽ പോലുള്ള രോഗങ്ങൾ ദീർഘകാലമായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നവർ അത് തുടരേണ്ടി വരും. മറ്റുള്ള രോഗങ്ങൾ ശരിയായ വ്യായാമത്തിൽ കൂടിയും ഭക്ഷണക്രമത്തിൽ കൂടിയും പുകവലി ഉപേക്ഷിച്ചും മദ്യപാനം ഉപേക്ഷിച്ചും ആയിട്ട് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും.